നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മലമ്പുഴയുടെ. അത് നമ്മൾ മലമ്പുഴ ഗാർഡനിലേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ റോപ്പ് വേയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, ഡാമിൻ്റെ മുകളിൽ കയറിയില്ല. ജസ്റ്റ് ഒന്ന് വെളിയിലൊന്നായിരുന്ന ഒരു ഡോക്യുമെൻ്ററി പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് മലമ്പുഴയുടെ വിശദമായിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മലമ്പുഴ ഗാർഡൻ്റെ ഉള്ളിലാണ്. കണ്ട നമ്മുടെ മലമ്പുഴ യക്ഷി കാണില്ലേ പുറകിൽ, ഇതാണ് നമ്മുടെ മലമ്പുഴ യക്ഷി. അപ്പോൾ ഇന്നത്തെ മെയിൻ എന്താണെന്ന് വെച്ചാൽ മലമ്പുഴ ഡാം, മലമ്പുഴ ഗാർഡൻ, റോപ്പ് വേ, അങ്ങനെ മലമ്പുഴയിലുള്ള തൂക്കുപാലങ്ങൾ, അതുപോലെ മലമ്പുഴ കവ പരിസരങ്ങളൊക്കെയാണ് ഇന്നത്തെ കവറേജ്. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം ഗാർഡനിലും മലമ്പുഴ ഡാമിൻ്റെ മുകളിലും കയറിയതിന് ശേഷം നമുക്ക് കവ പരിസരത്ത് അങ്ങനെ പോവാം. കവയുടെ ഈ മലമ്പുഴ ഡാമിന് ചുറ്റും ഒരു റിംഗ് റോഡ് ഉണ്ട്, അതിന്ന് നമ്മൾ കംപ്ലീറ്റ് കവറേജ് ചെയ്യണം. ഈ ഒരു വീഡിയോയിൽ നമുക്ക് കംപ്ലീറ്റ് അത് കവറേജ് ചെയ്യണം. അതേപോലെ തന്നെ മലമ്പുഴ ഗാർഡനിലുള്ള റോപ്പ് വേയും കൂടി നമ്മളിന്ന് കയറുന്നതാണ്. അതേപോലെ ഇന്ന് ഇപ്പോൾ ഉച്ചയായി, കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, മഴ പെയ്യുമോ എന്നുള്ളത് അറിയില്ല. മഴ പെയ്താലാണ് ഒരു പ്രശ്നം. എന്താ വെച്ചാൽ ഞങ്ങൾ ഡാമിൻ്റെ ചുറ്റൊന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നമാണ്. മഴയുടെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, അത് കാരണം ഇന്ന് സന്ദർശകർ വളരെ കുറവാണ് ഇന്ന് മലമ്പുഴ ഡാമിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. എന്താ ചേച്ചി ഒരു കളർഫുള്ളായിട്ട് വാർഷികം കഴിഞ്ഞാണ്? എവിടെ നിന്നാണ്? പാലക്കാട്ടുകാർ തന്നെയാണ്? ഇതിൽ തന്നെയുള്ള ആൾക്കാരാണ്? അപ്പുറത്തുള്ള ആൾക്കാരാണ് അല്ലേ? നല്ല രസമുണ്ട് നിങ്ങൾ ക്യാമറയിൽ കാണാൻ. സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഏത് യൂണിറ്റ് ആണെന്നും കൂടി ഒന്ന് പറയോ? ദീപശ്രീ കടക്കാംകുന്ന് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി, നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിൽ കാണാൻ അടിപൊളിയായിട്ടുണ്ട് ക്യാമറയിൽ. നമ്മുടെ ഒരു യൂട്യൂബ് ചാനലാണ്, കിട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ മലമ്പുഴൻ്റെ ഇവിടെ തന്നെ പാലക്കാട്ടുകാരൻ തന്നെയാണ്, കാടാൻകോട്ട്. ട്രാവൽ മാക്സ് ഫുഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരും. ശരി, നോക്കാം, പോയിക്കോളൂ. നന്നായിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ ഡ്രസ്സ് നന്നായിരുന്നു, സാരി അടിപൊളിയായിട്ടുണ്ട്.
പോക്കാണ്.
അപ്പോൾ ഇതൊക്കെയാണ് മലമ്പുഴ ഗാർഡനിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് ഗാർഡനിൽ നിന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം, കാരണം ഡാമിലൊക്കെ നിന്ന് കയറി ഒന്ന് ക്ഷീണിച്ചിരിക്കുകയല്ലെന്ന്, ഗാർഡനിൽ തന്നെ ഒന്ന് കുറച്ചൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ കവയിലേക്ക് പോവാം. ഓക്കെ. സ്പീച്ച് അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മൾ കവയിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല കണ്ടില്ലേ, അതിമനോഹരമാണ് കവ എന്ന് പറയുന്നത്. മലമ്പുഴ ഡാമിൻ്റെ പുറകുവശത്ത്, അതായത് ഡാമിൻ്റെ ഏകദേശം ഒരു നമ്മൾ ഡാം ചുറ്റും ഒരു 27 കിലോമീറ്റർ ഉണ്ട്, 27 കിലോമീറ്ററാണ് നമുക്ക് ഡാമിന് ചുറ്റും ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ വീണ്ടും അത് റിംഗ് റോഡാണ് കേട്ടോ. ഇനി നമ്മൾ അവിടെ നിന്ന് ഡാമിൻ്റെ മറ്റേ പാർക്കിൻ്റെ അവിടെ നിന്ന് ഗാർഡൻ, മലമ്പുഴ ഗാർഡൻ ആ മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും നമ്മൾ റോക്ക് ഗാർഡൻ്റെ അവിടെ എത്താൻ 27 കിലോമീറ്റർ ഉണ്ട്. ഡാമിന് ചുറ്റും ഒരു റിംഗ് റോഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിലൊരു 10 കിലോമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നേരെ ഡാമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് കാഴ്ച. അവിടുത്തെ നല്ല രസമാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. വൈകുന്നേരങ്ങൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നുകൊണ്ട് നമുക്ക് ഡാമിൻ്റെ ഉള്ളിലേക്ക് തന്നെ കാറൊക്കെ ഇറക്കി നിർത്താം.
കണ്ട ഡാമിൻ്റെ ഉള്ളിലേക്ക് കാറുകളൊക്കെ ആയിട്ട് ആൾക്കാർ വരികയാണ്. റിംഗ് റോഡിൻ്റെ പണികളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. പാലങ്ങളൊക്കെ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ്ട കാറുകളൊക്കെ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ചിട്ട് നമ്മളെ ഐസ്ക്രീം വണ്ടി എന്താ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടേ നേരെ ഐസ്ക്രീമിൻ്റെ അടക്കം ഡാമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട്. അടിപൊളിയായിട്ട് വരും. എന്ത് ഐസ്ക്രീമാണോ ഉള്ളത്. ഐസ്ക്രീം വണ്ടി വരെ നമുക്ക് ഡാമിൻ്റെ ഉള്ളിൽ പ്രതീക്ഷിക്കാം. മഴക്കാലത്ത് പറ്റില്ല. മഴയൊക്കെ ഒന്ന് വിട്ടതിന് ശേഷം കാറും കൊണ്ട് വരികയാണെന്ന് വെച്ചാൽ, ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഒരു 1-2 മണിക്കൂർ സുഖമായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാം. അടിപൊളിയാണ്, നല്ല വൈബാണ്. പിന്നെ ഈ ചെറിയ പിള്ളേരൊക്കെ വന്നിട്ട് ഇവിടെ ഡാമിലൊക്കെ ഇറങ്ങി കുളിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഫാമിലി ആയിട്ട് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അത് ചെയ്യാതിരിക്കുക. നല്ല രസമാണ്, അടിപൊളിയായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് കവ, മലമ്പുഴ കവ. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് മെല്ലെ കവയിൽ നിന്ന് മെല്ലെ ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ ഒരു 10 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇനി ചുറ്റി വീണ്ടും ഒരു 17 കിലോമീറ്റർ ഇങ്ങനെ കറങ്ങി പോയാലേ വീണ്ടും നമ്മൾ മെയിൻ റോഡ് എത്തുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് അപ്പുറത്തൊരു ഇതുണ്ട്, ഒരു ഇതുപോലുള്ളൊരു സ്ഥലമുണ്ട്. അവിടെയും കൂടി ഒന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ മലമ്പുഴ വിടും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മലമ്പുഴയിലെ KTDCയുടെ ഹോട്ടലിലാണ് കേട്ടോ. നമ്മുടെ ഈ മലമ്പുഴ ഡാമിൻ്റെ തൊട്ട് മുകളിലാണ് കേട്ടോ. നല്ല ഒരു അടിപൊളി വ്യൂസ് ഉള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ KTDCൻ്റെ. ഈ കുറേ കാലം തൊട്ടുണ്ട് ഈ KTDCൻ്റെ. അപ്പോൾ ഈ ഡാമിൻ്റെ ചെക്ക് ഡാമിൻ്റെ തൊട്ട് മുകളിലാണ് കേട്ടോ. റൂംസ് അവൈലബിൾ ആണ് ഇവിടെ. ഒരു KTDCൻ്റെ ഒരു ബിയർ പാർലറൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒരു ചെറിയൊരു കുന്നിൻ മുകളിലാണ് ഈ ഇതുള്ള ഹോട്ടലുള്ളത് കേട്ടോ. KTDCയുടെ അത്യാവശ്യം നല്ല റൂമുകളാണ്. AC നോൺ AC എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മലമ്പുഴയുടെ എല്ലാ മുക്കും മൂലയും നമ്മൾ ഇന്ന് പോയിട്ടുണ്ട്. എല്ലാവിടെയും നമ്മൾ ഡാമിലാണെങ്കിലും ഗാർഡനിലാണെങ്കിലും റോപ്പ് വേയിലാണെങ്കിലും എല്ലാവിടെയും പോയിട്ടുണ്ട്. നമുക്ക് ഇനി പോകാനുള്ളത് റോക്ക് ഗാർഡനാണ്. റോക്ക് ഗാർഡൻ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ബാക്കി മലമ്പുഴയുടെ എല്ലാ ദൃശ്യങ്ങളും ഞാൻ പരമാവധി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മലമ്പുഴ ഉള്ള ഈ മലമ്പുഴയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. രണ്ടാമത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.